മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടിയുടെയും ഗോവ ഫോർവേഡ് പാർട്ടിയുടെയും 3 വീതം അംഗങ്ങൾക്കൊപ്പം 3 സ്വതന്ത്രന്മാരുടെയും പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്തുമായാണ് പരീക്കറുടെ നേതൃത്വത്തിലുള്ള സംഘം ഗോവ ഗവർണർ മൃദുല സിൻഹയെ കണ്ടത്. ഗോവയ്ക്ക് സ്ഥിരതയുള്ള സർക്കാരിന് നൽകുകയാണ് ലക്ഷ്യമെന്നും പ്രതിരോധ മന്ത്രി സ്ഥാനത്തു നിന്ന് രാജിവെച്ച് മുഖ്യമന്ത്രിയാകാൻ മനോഹർ പരീക്കർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. वो कब शपथ लेंगे ये बात तय करेंगे और उसके बाद में वो रिजाइन करेंगे. മനോഹർ പരീക്കർ മുഖ്യമന്ത്രിയായാൽ ബിജെപിയെ പിന്തുണയ്ക്കുമെന്നായിരുന്നു മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയുടെയും ഗോവ ഫോർവേഡ് പാർട്ടിയുടെയും നിലപാട്. പരീക്കറെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഗോവ ബിജെപി നിയമസഭാ കക്ഷി യോഗം ചേർന്ന് പ്രമേയവും പാസാക്കിയിരുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസ് വലിയ ഒറ്റകക്ഷിയാവുകയും നിലവിലെ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കർ സ്വന്തം മണ്ഡലത്തിൽ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് പരീക്കറെ ഗോവയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ബിജെപി നിർബന്ധിതരായത്. അതേസമയം ഗോവയിൽ ബിജെപി നടത്തുന്നത് ജനവിധി മാനിക്കാതെയുള്ള കുതിരക്കച്ചവടമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തർക്കങ്ങളെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ പോലും രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്ന കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ 4 സീറ്റ് മാത്രം മതിയെന്നിരിക്കെയാണ് പുറത്തുനിന്നുള്ള 9 പേരുടെ പിന്തുണ ബിജെപി ഉറപ്പാക്കിയത്. മാതൃഭൂമി ന്യൂസ്, പനാജി.